ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, അക്ഷയ് സാർ ആണ് സംസാരിക്കുന്നത്. സോ മക്കളെ, നമുക്കറിയാം നമ്മുടെ ക്യൂരിയോസിറ്റി ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ 8 CBSE പുതിയ ക്യൂരിയോസിറ്റി ടെക്സ്റ്റ് ബുക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് നിങ്ങൾ ഈ കാണുന്ന ചാപ്റ്റർ, അവർ ഹോം എർത്ത് എ യൂണീക്ക് ലൈഫ് സസ്റ്റെയിനിങ് പ്ലാനറ്റ്. സോ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു സെഷൻ അത് വിശദീകരിക്കാനാണ് ഇപ്പോൾ സാറ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ ഇതാണ്, അതായത് നമ്മുടെ ഭൂമി, നമ്മുടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഭൂമിയിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ കാരണങ്ങളാണ് ഉള്ളത് എന്ന കാര്യം വിശദീകരിക്കുന്ന ഒരു ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. വാട്ട് മേക്സ് ദ എർത്ത് സർഫസ് സൂട്ടബിൾ ഫോർ ദി ലൈഫ്, ലൈഫിന് സൂട്ടബിൾ ആവാൻ, ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ ഭൂമിയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിൽ തന്നെ 3 പോയിന്റുകളാണ് ടെക്സ്റ്റ് ബുക്കിൽ പരാമർശിക്കുന്നത്, ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിലൊന്നാമത്തത് ഭൂമിയുടെ പൊസിഷനാണ്, രണ്ടാമത്തത് ഭൂമിയുടെ സൈസാണ്, പിന്നെ മൂന്നാമത്തത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡാണ്, ഭൂമി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്. 3 കാരണങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ പരാമർശിക്കുന്നത്. സോ അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ പോയിന്റായ പൊസിഷൻ ഓഫ് എർത്ത്. ഭൂമിയുടെ പൊസിഷൻ സോളാർ സിസ്റ്റത്തിൽ ആ പൊസിഷന്റെ പ്രത്യേകതകൾ കൊണ്ട് ഭൂമിയിൽ ജീവന്റെ സാന്നിധ്യം നിലനിൽക്കുന്നു എന്ന് വിശദീകരിക്കുന്ന പോയിന്റാണ് ഒന്നാമത്തത്, പൊസിഷൻ ഓഫ് ദി എർത്ത്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണണം. ഓക്കെ, അപ്പം നിർബന്ധമായും എന്ത് ചെയ്യണം, കൃത്യമായി ശ്രദ്ധിച്ചിരിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം തന്നെ ഒരു ബുക്കിൽ രേഖപ്പെടുത്താനും നിങ്ങൾ മടിക്കരുത്. സോ അങ്ങനെയാണെങ്കിൽ പൊസിഷൻ ഓഫ് എർത്ത് നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാനൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ഡിഫറെന്റ് കളേഴ്സിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോർ ബെറ്റർ ക്ലാരിറ്റി. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്? എർത്ത് ക്യാൻ സപ്പോർട്ട് ലൈഫ് മെയിൻലി ബിക്കോസ് ഇറ്റ് ഈസ് അറ്റ് ദ റൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 8 പ്ലാനറ്റ്സ് ഉണ്ട്. മർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. സണ്ണിൽ നിന്ന് അകന്നു പോകുന്ന രീതിയിൽ, സണ്ണിൽ നിന്ന് എവേ ആവുന്ന രീതിയിലുള്ള ഒരു ഓർഡറാണിത്. സണ്ണിനോട് ക്ലോസസ്റ്റ് മെർക്കുറി, ദെൻ വീനസ്, ദെൻ കംസ് എർത്ത്. അപ്പോൾ ഭൂമിയുടെ ആ പൊസിഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൂര്യനിൽ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് റൈറ്റ് പൊസിഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഭൂമി സണ്ണിനോട് ചേർന്നാണ് ഉള്ളതെങ്കിൽ വളരെ ചൂട് നമുക്ക് അനുഭവപ്പെടും. അപ്പൊ നമ്മുടെ ഭൂമിയിൽ വെള്ളം വേപ്പറൈസ് ചെയ്ത് വാട്ടർ വേപ്പറായി പോകും. ചൂട് കൊണ്ട് വെള്ളം ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് മാറി വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകും, അത്രയും ചൂടായാൽ. ഇനി ഒരു പക്ഷെ നമ്മുടെ ഭൂമി സൂര്യനിൽ നിന്ന് ഒരുപാട് ദൂരെ ആയി കഴിഞ്ഞാൽ, അപ്പോൾ സൂര്യനിൽ നിന്നുള്ള ചൂട് വേണ്ട രീതിയിൽ ലഭിക്കാതെ വരികയും നല്ല തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യും. അങ്ങനെ നല്ല തണുപ്പ് ഉണ്ടായാൽ സ്വാഭാവികമായും ലിക്വിഡ് വാട്ടർ എക്സിസ്റ്റ് ചെയ്യില്ല, പകരം അത് ഫ്രീസാവും, വെള്ളം ഫ്രീസായി ഐസായി മാറും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നൈദർ ടു ഹോട്ട് നോർ ടു കോൾഡ്, അതായത് അധികം ചൂടുമില്ല അധികം തണുപ്പുമില്ലാത്ത ഒരു പൊസിഷനാണ്. അവിടെ നമുക്ക് ലിക്വിഡ് വാട്ടർ എക്സിസ്റ്റ് ചെയ്യും. നമുക്കറിയാം, ജീവികൾക്ക്, ലിവിങ് ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ ലിക്വിഡ് വാട്ടർ വേണം. ലിക്വിഡ് വാട്ടർ ഓരോ ജീവജാലത്തിൻ്റെയും ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് അണ്ടർഗോ ചെയ്യാൻ ലിക്വിഡ് വാട്ടർ വേണം. അപ്പൊ ലിക്വിഡ് വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്ന പൊസിഷൻ ഈ ഒരു പൊസിഷനാണ്. അപ്പൊ ഇവിടെയാണ് ലൈഫ് സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ആ റീജിയണിനെ നമ്മൾ ഹാബിറ്റബിൾ സോൺ എന്ന് വിളിക്കുന്നു. ഹാബിറ്റബിൾ സോൺ. ക്ലിയർ അല്ലേ? പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദിസ് ഡിസ്റ്റൻസ് കീപ് ദ എർത്ത് ടെമ്പറേച്ചർ സൂട്ടബിൾ ഫോർ വാട്ടർ ടു എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് ഫോം. വെള്ളം ലിക്വിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചറാണ് ഈ ഒരു പോയിന്റിലുള്ളത്, ഹാബിറ്റബിൾ സോണിൽ ഉള്ളത്. If Earth were closer to the Sun, think of a situation or a scenario where Earth is closer to the Sun. സണ്ണിനോട് ക്ലോസ് ആയാൽ ചൂട് കൂടും. അപ്പോൾ വാട്ടർ എന്ത് ചെയ്യും? ഇവാപൊറേറ്റ് ആവും. താങ്ക്ഫുള്ളി ആ സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. വി ആർ നോട്ട് വെരി ക്ലോസ് ടു ദ സൺ. ആൻഡ് തിങ്ക് ഓഫ് അനദർ സിറ്റുവേഷൻ where Earth were farther from the Sun. എർത്ത് നല്ല ദൂരമാണ് സണ്ണിൽ നിന്ന്. അപ്പോൾ തണുപ്പ് ഫീൽ ചെയ്യും, ടു കോൾഡ് ഫീൽ ചെയ്യും. അപ്പോൾ വാട്ടർ ഒക്കെ ഫ്രീസായി ഐസായി മാറും. സോ അതും സിറ്റുവേഷൻ വേഴ്സ്റ്റ് ആണ്. നമുക്കറിയാം, ലിക്വിഡ് വാട്ടർ എന്ന് പറയുന്നത് എവല്യൂഷൻ എന്ന് വെച്ചാൽ പരിണാമം, ജീവിവർഗങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളുണ്ടായി പുതിയ ജീവിവർഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
അപ്പൊ എവല്യൂഷനും സർവൈവൽ ഓഫ് ലൈഫ്, ജീവന്റെ നിലനിൽപ്പിനും ലിക്വിഡ് വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ലിക്വിഡ് വാട്ടർ എവിടെയാ കിട്ടുക? ഈ ഒരു ഹാബിറ്റബിൾ സോണിൽ കൃത്യമായ ജസ്റ്റ് റൈറ്റ് പൊസിഷനിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ലിക്വിഡ് വാട്ടറിന്റെ അവൈലബിലിറ്റി ഉണ്ട്. മോസ്റ്റ് ലൈഫ് ഫോംസ് സച്ച് എസ് പ്ലാന്റ്സ്, ആനിമൽസ്, ഹ്യൂമൻസ് കനോട്ട് സർവൈവ് വിത്തൗട്ട് ലിക്വിഡ് വാട്ടർ. ലിക്വിഡ് വാട്ടർ ഇല്ലെങ്കിൽ പല ജീവജാലങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില ബാക്ടീരിയകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചില ബാക്ടീരിയകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദേ ക്യാൻ ലിവ് ഇൻ എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻ. നമ്മൾ സാധാരണ മനുഷ്യർക്കോ മറ്റു ജീവികൾക്കോ ജീവിക്കാൻ പറ്റാത്ത എക്സ്ട്രീം കണ്ടീഷൻസ് ഉണ്ട്, ലൈക്ക് ടു കോൾഡ്, ടു ഹോട്ട്. അപ്പൊ അങ്ങനെയുള്ള ക്ലൈമാറ്റിക് കണ്ടീഷനിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ചില ബാക്ടീരിയകളുണ്ട്. സം മൈക്രോബ്സ് ലൈക്ക് സെർട്ടൻ ബാക്ടീരിയ ക്യാൻ സർവൈവ് ഇൻ ഫ്രോസൺ കണ്ടീഷൻ. വളരെ തണുപ്പുള്ള സമയത്ത് ജീവിക്കാൻ പറ്റുന്ന ചില ബാക്ടീരിയകളുണ്ട്. ബട്ട് കോംപ്ലക്സ് ലൈഫ് കനോട്ട്, ലൈക്ക് ഹ്യൂമൻ ബീങ്, മറ്റ് ആനിമൽസ്, യൂക്കാരിയോട്ടുകൾക്കൊന്നും സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ദ റീജിയൻ അറൌണ്ട് എ സ്റ്റാർ വെയർ ലിക്വിഡ് വാട്ടർ ക്യാൻ എക്സിസ്റ്റ്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? റീജിയൻ അറൌണ്ട് എ സ്റ്റാർ, ഒരു സ്റ്റാറിന്റെ ചുറ്റില്. ഇപ്പൊ സൺ ഈസ് എ സ്റ്റാർ, സൺ ഒരു സ്റ്റാർ ആണ്. അപ്പൊ സണ്ണിന് ചുറ്റുമുള്ള ഇപ്പൊ നമ്മൾ സോളാർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭൂമി വരുന്ന ഭാഗം അവിടെ ലിക്വിഡ് വാട്ടർ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു ഗ്രീനിഷ് കളറിൽ കൊടുത്തിരിക്കുന്ന സോണ് ലിക്വിഡ് വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്ന സോണാണ്. അങ്ങനെ ലിക്വിഡ് വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ലൈഫ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ലിക്വിഡ് വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്ന സോണിനെ ഹാബിറ്റബിൾ സോൺ അല്ലെങ്കിൽ ഗോൾഡിലോക്ക് സോൺ എന്നാ പറയാ. എന്താ പറയാ? ഗോൾഡിലോക്ക് സോൺ അല്ലെങ്കിൽ ഹാബിറ്റബിൾ സോൺ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ എർത്ത് എന്ന് പറയുന്നത് സോളാർ സിസ്റ്റത്തിൽ ഈ സൺ എന്ന് പറയുന്ന സ്റ്റാറിന്റെ ഹാബിറ്റബിൾ സോൺ എന്ന് പറയുന്നത് ഇതാണ്. ആ ഹാബിറ്റബിൾ സോണിലാണ് ആരുള്ളത്? എർത്ത് ഉള്ളത്. ശരിക്കും അതാണ് പറഞ്ഞിരിക്കുന്നത്. എർത്ത് ലൈസ് വിത്തിൻ ദി ഹാബിറ്റബിൾ സോൺ ഓഫ് ദ സൺ. മോസ്റ്റ് ഓഫ് ദ എർത്ത് സർഫസ് ഈസ് കവേർഡ് വിത്ത് എന്താണ്? വാട്ടർ. നമ്മുടെ ഭൂമിയുടെ സർഫസിൽ 70% അല്ലേ നമുക്കറിയാം വെള്ളം ഉണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഉള്ളത് കൊണ്ട് തന്നെ സ്പേസിൽ നിന്ന് നമ്മൾ എർത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ആ നീല നിറം കാരണം നീല നിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന അപരനാമത്തിൽ വിശേഷിപ്പിക്കുന്നത്. എർത്തിനെ നമ്മൾ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം അതാണ്. സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയിൽ ധാരാളം മെജോറിറ്റി വെള്ളമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലിക്വിഡ് വാട്ടർ നീല നിറത്തിൽ കാണുന്നു. അപ്പൊ ഭൂമി നീല നിറത്തിൽ കാണുന്നതുകൊണ്ടാണ് ഈ ഭൂമിയെ നമ്മൾ ബ്ലൂ പ്ലാനറ്റ് എന്ന വിശേഷണം നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ബ്ലൂ പ്ലാനറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് പൊസിഷൻ ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന പോയിന്റിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി മറ്റു വീഡിയോസിൽ നമ്മൾ സൈസ് ഓഫ് ദ എർത്ത് എങ്ങനെ ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു എന്ന് പഠിക്കാനുണ്ട്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ പറഞ്ഞ ഭാഗങ്ങൾ വളരെ കൃത്യമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരവസരത്തിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്. ബൈ.